ഒരു വർഷം പുറത്തു പോയി പഠിച്ചിട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നാട്ടിലെ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോയിരുന്നു ഞാൻ. ക്രിസ്മസിനും പള്ളിപ്പെരുന്നാളിനും മാത്രമേ കാനഡയിൽ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ കുർബാന വിടാൻ പോവാണ് കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം കുറേ പഴയ കാര്യങ്ങൾ എനിക്ക് വീണ്ടും റിവ്യൂ അടിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഒരുങ്ങ്, പള്ളിയിൽ അച്ഛൻ കുർബാന തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മമ്മി പുറകെ നടക്കുന്നതും എല്ലാം. എനിവേ നമ്മൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പള്ളിയിൽ പോകുന്നത് ദേ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് ബൈക്കിൽ സമാധാനത്തോട്ടിരുന്ന് പോകാൻ പറ്റുന്നത് കൊണ്ടും പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടും ഇന്ന് മമ്മീൻ്റെ കൂടെ കാറിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കുറേ നാൾക്ക് ശേഷം പള്ളിക്കാരെയും കുടുംബക്കാരെയും സിസ്റ്റേഴ്സിനെയും അച്ഛനെയൊക്കെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ. ഇതാണ് കേട്ടോ എന്റെ പള്ളി, സെന്റ് ജോസഫ് മലങ്കര കാത്തലിക് ചർച്ച്. നമ്മുടെ പുനലൂർ തൂക്കുപാലത്തിൽ കൂടെ പോകുമ്പോൾ എന്റെ ഈ പള്ളി കാണാൻ പറ്റും. കാലം മുന്നോട്ട് പോകും തോറും പലയിടത്തും പല മാറ്റങ്ങളും ഉണ്ടാവും. എന്റെ പള്ളിയിലും കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പുതുതായിട്ട് കണ്ടൊരു പള്ളി പോലെ എനിക്ക് തോന്നി. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും സമാധാനത്തിന് വേണ്ടി പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇന്ന് പക്ഷെ സന്തോഷത്തോടു കൂടി വന്ന് ആ ഒരു സമാധാനം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ദേ പള്ളിയെ കുർബാനയൊക്കെ തുടങ്ങി. പണ്ട് തൊട്ടേ ഈ ഒരു വൈറ്റ് ഷോള് എന്റെ കൂടപ്പിറപ്പാണ്, പ്രത്യേകിച്ച് പള്ളി പോകുമ്പോൾ മാത്രം. മനുഷ്യനല്ലേ, പലപ്പോഴും പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുമ്പസാരം കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര ഫ്രഷ് ഫീല്. ഇവിടെ ഒരാളുണ്ട്, വേറെ ആരുമല്ല, എന്റെ അപ്പച്ചനാണ്. അങ്ങനെ കല്ലറയിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.